കോതമംഗലം പോത്താനിക്കാട് അന്ധവനിത പുനരധിവാസ കേന്ദ്രത്തിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ എറണാകുളം ജില്ലാ പഞ്ചായത്ത് ഏറ്റെടുക്കും. 100ഓളം അന്ധവനിതകളെ പുനരധിവസിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പ്രവർത്തനങ്ങൾ. പോത്താനിക്കാട് പഞ്ചായത്തിൽ പ്രവർത്തിക്കുന്ന കേരള ബ്ലൈൻഡ്സ് ഫെഡറേഷന്റെ കീഴിലുള്ള അന്ധവനിതാ പുനരധിവാസ കേന്ദ്രത്തിന്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തു നടത്താൻ എറണാകുളം ജില്ലാ പഞ്ചായത്ത് തീരുമാനിച്ചതായി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മൂത്തേടൻ, ജില്ലാ പഞ്ചായത്ത് അംഗം റാണിക്കുട്ടി ജോർജ് എന്നിവർ അറിയിച്ചു. 1986 ഈ സ്ഥാപനം പോത്താനിക്കാട് പ്രവർത്തനം ആരംഭിച്ചത്. കേരള ഫെഡറേഷൻ ഓഫ് ബ്ലൈൻഡ് സൗജന്യമായി കിട്ടിയ സ്ഥലത്ത് നാട്ടുകാരുടെ സഹായത്തോടെയാണ് സ്ഥാപനവും അനുബന്ധ കെട്ടിടങ്ങളും പൂർത്തിയാക്കിയത്. തുടക്കത്തിൽ കേന്ദ്ര സാമൂഹ്യനീതി വകുപ്പിന്റെ ഗ്രാന്റ് അന്ധവനിതകളുടെ തൊഴിൽ പരിശീലനത്തിനായി ലഭിച്ചിരുന്നതാണ്. എന്നാൽ 2000 മുതൽ കേന്ദ്ര ഗവൺമെന്റ് നൽകി വന്നിരുന്ന ഗ്രാന്റ് നിർത്തലാക്കിയതോടെ ഈ സ്ഥാപനത്തിന്റെ പ്രവർത്തനം മന്ദഗതിയിലായ അവസ്ഥയിലാണ്. 38 വർഷം മുൻപ് പണിത ഹോസ്റ്റൽ കെട്ടിടം ഇപ്പോൾ ജീർണാവസ്ഥയിലും. കെട്ടിടത്തിന് സുരക്ഷാ ഭീഷണി ഉള്ളതുകൊണ്ടും ഇവരെ സംരക്ഷിക്കാനുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളതുകൊണ്ടും കൂടുതൽ വനിതകളെ പാർപ്പിക്കാൻ പറ്റാത്ത സാഹചര്യമാണ് നിലവിലുള്ളത്. തിരികെ പോകാൻ യാതൊരിടവുമില്ലാത്ത 25ഓളം അന്ധസഹോദരിമാർ ഇപ്പോഴും ഇവിടെ പരിമിതമായ സാഹചര്യങ്ങളിൽ താമസിച്ചു വരുന്നു. ഇത്തരം സാഹചര്യത്തിലാണ് ജില്ലാ പഞ്ചായത്ത് ഹോസ്റ്റൽ കെട്ടിടം ഏറ്റെടുത്ത് നവീകരിക്കാനും കാഴ്ചയില്ലാത്ത 100ഓളം വനിതകളെ പുനരധിവസിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ നവീകരണ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാനും തീരുമാനിച്ചിട്ടുള്ളത്. ഹോസ്റ്റൽ കെട്ടിടം നവീകരിക്കുന്നതിന് 25 ലക്ഷം രൂപയും വയറിംഗ് പ്രവർത്തനങ്ങൾക്ക് 7.5 ലക്ഷം രൂപയുമാണ് ആദ്യഘട്ടത്തിൽ ചിലവഴിക്കുന്നത്. നവീകരണം പൂർത്തിയാക്കുന്നതോടെ 100ഓളം അന്ധസഹോദരിമാർക്ക് മികച്ച താമസ സൗകര്യം ഒരുക്കുവാനും വിവിധ മേഖലകളിൽ തൊഴിൽ പരിശീലനം നൽകി സ്വയം പര്യാപ്തരാക്കുവാനും കഴിയുമെന്ന് മനോജ് മൂത്തേടൻ പറഞ്ഞു. ഒരു പരിമിതികളൊക്കെ ഇപ്പോൾ നമുക്ക് മനസ്സിലായി. ബഹുമാനപ്പെട്ട ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളും ഇവിടെ ഉണ്ട്. അതുപോലെ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റും മറ്റ് പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റും മറ്റ് അംഗങ്ങളെല്ലാവരും ഇവിടെ ഉണ്ട്. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരിവിടെ ഉണ്ട്. ഇതിൻ്റെ ചുമതലക്കാരിവിടെ ഉണ്ട്. അപ്പോൾ നമുക്കിതിൻ്റെ ഒരു പരിമിതികളെല്ലാം ബോധ്യപ്പെട്ടു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ജില്ലാ പഞ്ചായത്ത് ഇതിൻ്റെ ഒരു ഭാഗം ഏറ്റെടുത്ത് ഈ വർഷം തന്നെ നമ്മളിപ്പോൾ ആലോചിക്കുന്നത് ഇതിൻ്റെ ഒരു പോർഷൻ, ഈ ഹോസ്റ്റലായി നിൽക്കുന്ന ഈ കെട്ടിടത്തിൻ്റെ ഒരു പോർഷൻ പരിപൂർണമായും റിനോവേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു പദ്ധതി നമ്മൾ ചെയ്യണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അതിനിപ്പോൾ എത്ര രൂപ ചിലവാണെങ്കിലും അത് ഈ വർഷം ജില്ലാ പഞ്ചായത്ത് പദ്ധതിയുടെ ഭാഗമാക്കി മാറ്റി നമ്മുടെ മനസ്സിലുള്ളത് ഒരു ഫെബ്രുവരി മാർച്ചിന് മുൻപായി പരിപൂർണമായി ഹോസ്റ്റൽ വിങ്ങിങ്ങും പരിപൂർണമായും നന്നാക്കി ഏറ്റവും സൗകര്യത്തോടു കൂടിയിട്ടുള്ള ഒരു ഹോസ്റ്റലാക്കി മാറ്റാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. നിലവിൽ ഈ വനിതകൾ നിർമ്മിക്കുന്ന ക്ലീനിംഗ് ലായനികൾ, മെഴുകുതിരി, കുട, ചവിട്ടി മുതലായവയുടെ വിപണനത്തിനായി ജില്ലാ പഞ്ചായത്തിന്റെ കിയോസ്ക് പോത്താനിക്കാട് ബസ് സ്റ്റാൻഡിനോട് ചേർന്ന് ഗ്രാമപഞ്ചായത്ത് അനുവദിക്കുന്ന സ്ഥലത്ത് സ്ഥാപിക്കും. ഇതിനു പുറമെ കൂടുതൽ ജോലി സാധ്യതയുള്ള തൊഴിൽ നൈപുണ്യ പരിശീലനവും സാധ്യമാക്കും. പുനരധിവാസ കേന്ദ്രത്തിന്റെ ശോച്യാവസ്ഥ മനസ്സിലാക്കുന്നതിനായി ചേർന്ന യോഗത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മൂത്തേടൻ, പോത്താനിക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് സജി കെ വർഗീസ്, ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ അംഗം റാണിക്കുട്ടി ജോർജ്, ജില്ലാ പഞ്ചായത്ത് അംഗം റഷീദ സലീം, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആശ ജിമ്മി, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ സാലിയായി, നിസമോൾ ഇസ്മായിൽ, പഞ്ചായത്ത് അംഗങ്ങളായ NM ജോസഫ്, ജോസ് വർഗീസ്, ഡോളി സജി, ജിനു മാത്യു, സാബു മാധവൻ, ബിസ്നി ജിജോ, ഫിജിന അലി, കേരള ഫെഡറേഷൻ ഓഫ് ബ്ലൈൻഡ് സംസ്ഥാന പ്രസിഡന്റ് P. ജയകുമാർ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.